നമസ്കാരം. കഴിഞ്ഞ ദിവസം ബസ്സിൽ ഇരുന്നു കൊണ്ട് ഒരു മധ്യവയസ്കൻ ഒരു സ്ത്രീയുടെ ബ്ലൗസിൻ്റെ ഉള്ളിലൂടെ സാരിയുടെ ഉള്ളിലൂടെ എന്തൊക്കെയോ നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ആ, ഒരു വാർത്ത അല്ല, ഒരു വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു. അത് കോടികൾ കോടികൾ കണ്ടു. അത് എത്രത്തോളം വ്യൂസ് അതിന് വന്നിരുന്നു, ആവർത്തിച്ച് കണ്ടതിനെ കുറിച്ച്. എന്നാൽ അതിന് നേരെ വിപരീത ഫലമാണ് അത് ചെയ്തിട്ടുള്ളത്. ആ പെൺകുട്ടിക്കെതിരെയാണ് ശകാരവർഷങ്ങളും കമന്റുകളും അഭിപ്രായങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നതിന് കാരണമുണ്ട്. കാരണം ആ സാധു നോക്കിയിരുന്നത് എങ്ങോട്ടാണ്, എന്തിലായിരിക്കാം എന്നുള്ളതിന് കൃത്യമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോ, ഇതിനു തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ഞാൻ ആ വീഡിയോ ഇവിടെ കൊടുക്കാം. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാനും DNA ന്യൂസിലെ സുമേഷ് മാർക്കോപ്പോൾ ഇവിടെ കുറിച്ച് നേരത്തെ സംസാരിച്ച് തീർന്നപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഇതൊക്കെ നിങ്ങളും ജനങ്ങളും കൂടെ അറിയേണ്ടതാണ് എന്ന്. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണമാണെങ്കിൽ കൂടി ആ സംഭാഷണം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി. അത് കേട്ട് നിങ്ങളുടെ അഭിപ്രായം താഴെ എഴുതുക. ചേട്ടാ, ഞാൻ ഇന്ന് ആ വീഡിയോ കണ്ടു. നിങ്ങൾക്കും ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയത്? അല്ല, ഇതിൽ എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത് എന്താണെന്നറിയാമോ? ആ പെൺകുട്ടി എവിടെയാണ് ഇരിക്കുന്നത്? ബസ്സിന്റെ ഏത് സൈഡിലായിരിക്കുന്നത്? സ്ത്രീകൾക്ക് ഇവിടെ പ്രത്യേക സംവരണമുണ്ട്. ഒരു ബസ്സിൽ കയറി കഴിഞ്ഞാൽ സ്ത്രീകൾ, ഗർഭിണികൾ, അന്ധർ, വികലാംഗർ, പ്രായമായവർ, ഇങ്ങനെയെല്ലാം ഉണ്ട്. പുരുഷനില്ല. കാരണം പുരുഷൻ എവിടെയെങ്കിലും കമ്പി തൂങ്ങി നിന്നോളാം. നിന്ന് കഴിഞ്ഞ് ഇവളുമാരുടെ ആരുടെയെങ്കിലും ദേഹത്തെങ്ങാനും ഒന്ന് ചെന്ന് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഒന്നും കൊണ്ട് തീരില്ല കാര്യങ്ങൾ. അപ്പൊ ആ പെൺകുട്ടിക്ക് ഈ പറയുന്ന മറു സൈഡിൽ, അതായത് നമ്മള് ആ ദിവസത്തെ കാര്യം മാത്രമല്ല, ഏത് ബസ്സിൽ കയറിയാലും ഇവരിൽ ലൈൻ കമ്പിയിൽ കാക്ക നിരന്നിരിക്കുന്നത് പോലെ സൈഡ് സീറ്റുകളെല്ലാം ഇവരങ്ങ് പിടിക്കും. ഒരുമാതിരി ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ബസ്സിൽ ഇപ്പൊ കയറാത്തത് എന്റെ കാരണം ഇതാണ്. കാരണം നമ്മൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു ഇതിൽ വൈറലാവാൻ അങ്ങനെ എവിടെങ്കിലും ഒരു കയറി അവൾ അവിടെ പിടിച്ചു ഇവിടെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. ഇനി ആ സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആള്, ഈ പെൺകുട്ടി ഇരിക്കുന്നു, അതിനടുത്ത് ഈ പുരുഷൻ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഈ പറയുന്ന ഈ പെൺകുട്ടിയുടെ ബ്ലൗസിനിടയിലേക്ക് എന്തോ ഒളിഞ്ഞു നോക്കിയെന്നാണ് ഇവള് പറയുന്നത്. അയാളുടെ നോട്ടം കണ്ടാൽ അറിയാം ഈ പെൺകുട്ടി ഒരു മൊബൈൽ വെച്ചിട്ട് അതിലെ റീൽസോ അങ്ങനെ എന്തെങ്കിലും, ചിലപ്പോൾ ഒരു പക്ഷേ വീഡിയോ കോൾ ആയിരിക്കാം, അവരുടെ ആരെങ്കിലും വിളിച്ച വീഡിയോ കോൾ ആയിരിക്കാം, കണ്ടുകൊണ്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സ്വാഭാവികമായും ഒരു ആകാംക്ഷ കൊണ്ട് അയാൾ നോക്കി. അതൊരു പ്രായമായ മനുഷ്യൻ. ആ മനുഷ്യന്റെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 10-65 വയസ്സിൽ കൂടുതൽ ആ മനുഷ്യന് പ്രായം മതിക്കും. അയാൾ നോക്കി. അയാളുടെ കണ്ണ് കുത്തിപ്പൊട്ടിക്കുമെന്നാണ് അവൾ പറയുന്നത്. ആദ്യം ഇവള് ചെന്നിട്ട് ഇവളുടെ അപ്പന്റെ മൊബൈൽ ഒന്ന് വാങ്ങിച്ചൊന്ന് പരിശോധിച്ച് നോക്കണം, അതിൽ എന്തൊക്കെ കാണും എന്നുള്ള കാര്യം. പിന്നെ ഈ പറയുന്ന മനുഷ്യൻ, അയാൾക്ക് മനുഷ്യാവകാശമില്ലേ? അയാൾക്കും ഭാര്യയും മക്കളും മരുമക്കളും ചെറുമക്കളും ബന്ധുക്കളും ഒന്നുമില്ലേ? അയാൾ എത്രത്തോളം അവഹേളിതനാകും? അയാൾ ചെന്നിട്ട് ഇതിന്റെ നാണക്കേടില് അയാളുടെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായി കാണില്ലെന്ന് എന്തുറപ്പ്? ഇനി അയാൾ ചെന്നിട്ട് എന്തെങ്കിലും ആ മനുഷ്യൻ എത്രത്തോളം മാനസികമായി തകർന്നിട്ടുണ്ടാവും? ഈ പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഈ മാനസിക അവസ്ഥയും സ്ത്രീത്വവും മറ്റേതും മറിച്ചതും ഒക്കെ. അയാൾ എന്തെങ്കിലും ഒരു ആത്മഹത്യ ചെയ്തു, അയാളൊന്ന് ചെന്നിട്ട് ഇയാൾക്ക് നാണക്കേട് കാരണം, കുറ്റപ്പെടുത്തലും കാരണം ഇയാൾ ആത്മഹത്യ ചെയ്തെങ്കിൽ ഇവള് സമാധാനം പറയൂ? അല്ല, അവൾക്ക് സമാധാനവും അവൾക്ക് സുഖമായിരിക്കും, അതും അവൾക്ക് റീലായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇത് സാധാരണ കാണുമ്പോഴറിയാലോ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം, കാണുമ്പോഴറിയാലോ. ഇവിടുത്തെ ഒരു വൈറലാവാൻ വേണ്ടി ഇവളെ പേര് ഞാൻ പറയുന്നില്ല, മനസ്സിലായോ? എന്താ വെച്ചാൽ ഇനി ആ പേരും കൂടെ കണ്ടു കഴിഞ്ഞാൽ കുറെ ഞരമ്പന്മാരുണ്ടെങ്കിൽ ചെന്നിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചെന്ന് ഇവളെ സെർച്ച് ചെയ്ത് ഫേമസ് ആക്കേണ്ട കാര്യമില്ല. അതെ, ഞാൻ ആ പേര് കാര്യങ്ങൾ പറഞ്ഞില്ല. അങ്ങനെ ഇപ്പൊ അവരും വൈറലാവേണ്ട, നമുക്കും ഇപ്പൊ അങ്ങനെ വൈറലാവേണ്ട മാത്രമല്ല, അറപ്പാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറപ്പാണ്. അതിൽ വോയിസ് ഓഫ് മലയാളി എടുത്തു പറയേണ്ട ഒരു കാര്യം, വോയിസ് ഓഫ് മലയാളി എന്ന് പറയുന്ന ഒരു കക്ഷി, പുള്ളിക്കാരൻ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ ചെയ്തു. ഇന്നലെ അയാൾക്കെതിരെ ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോ ആ വീഡിയോയും ഇവൾ അന്ന് ബസ്സിലിരുന്ന വീഡിയോയും കൂടെ ഒന്ന് കാണണം. അതായത് എത്രത്തോളം മറ്റേ മേക്കപ്പ് ഒക്കെ ഇട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം. അപ്പൊ ഇവരൊക്കെ കാണിക്കുന്നത് ഈ ദുഷ്ടത്തരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുഷ്ടത്തരമാണ് ഈ പറയുന്ന ഇതുപോലുള്ള കുറെ എണ്ണം കാണിക്കുന്നത്. എന്താണ് ആ മനുഷ്യൻ ചെയ്തത് തെറ്റെന്നൊന്ന് പറയാം. എനിക്ക് ആ മനുഷ്യന്റെ മുഖം നോക്കിയപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാര്യം അയാൾ ഇതൊന്നും അറിയുന്നില്ല. അയാൾ ഈ ബ്ലൗസിലേക്ക് ഷോർട്ട് ഡെലിവറി അല്ല അയാളെ കണ്ണ്, ലോങ് ഡെലിവറിയാണ്. അതായത് അവളുടെ മടിയിലേക്കാണ് അവൻ നോട്ടം പോണത്. അതിന് അർത്ഥം എന്ന് പറഞ്ഞാൽ അവിടെ ഏതോ ഒരു മൊബൈലോ അല്ലെങ്കിൽ മറ്റെന്തോ ഉണ്ട് കയ്യില്, അതിലേക്കാണ് അയാൾ നോക്കുന്നത്. ഇതിന്റെ സംഭവം ഇതിന് മുമ്പ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് താങ്കൾ ഓർക്കുന്നുണ്ടാകും, ഒരു ലോങ് ട്രിപ്പ് പോകുന്ന ഒരു ബസ്സിൽ വെച്ചിട്ട് ഒരു പയ്യനെ രണ്ട് പെണ്ണുങ്ങൾ ചേർന്നിട്ട് ഇതുപോലെ അവന് അവിടെ പിടിച്ചെന്നോ ഇവിടെ പിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അവിടെ പിടിച്ചു വെച്ചതൊക്കെ വലിയ കാര്യമായി ഇതൊക്കെയാണ്. പക്ഷെ ഈ പറയുന്നവര് ഈ ഒരു വിരൽ ഇവരും ചൂണ്ടുമ്പം ബാക്കി വിരലെല്ലാം ഇവരുടെ നേരെയാണ്. ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ അതിന്റെ താഴെയുള്ള കമന്റുകൾ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിന്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കാതെയും മനസ്സിലാക്കിയും
വളരെ ക്രൂരമായി കമന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതായത് ഇയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ കുറ്റപ്പെടുത്തി. അപ്പൊ ഇയാളുടെ നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഇയാൾ എന്തുമാത്രം ആൾക്കാരും ഈ പയ്യന്മാരും ഇയാളുടെ മക്കളെയും ഒക്കെ കളിയാക്കും. അല്ല, എനിക്ക് ആ കമന്റിന് എനിക്ക് തോന്നുന്നത് ഈ പെൺ പ്രൊഫൈലിൽ നിന്ന് അത്തരത്തിലൊരു വീഡിയോ വന്നുകൊണ്ടല്ലേ? അല്ല, തീർച്ചയായിട്ടും എനിക്ക് ഇവളെ കണ്ടു കഴിഞ്ഞു ഇനിയിപ്പോ ഇവള് വേറെ ഇതല്ല വേറെ ആരെങ്കിലും ഇതേപോലെ ഇതിനേക്കാളും വളരെ ഒരു ഡ്രസ്സ് പിന്നെ മോശമായിട്ടുള്ള ഡ്രസ്സ് മോശമായിട്ടെന്ന് വെച്ചാൽ നമുക്കിപ്പോ അങ്ങനെ നമ്മുടെ പ്രായം അനുസരിച്ച് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. കാരണം നമ്മുടെ കാലത്തൊന്നും അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും അതിൽ നിന്ന് ആ ഒരു ഇവരുടെ ആ രീതിയിലോട്ട് എത്തിയിട്ടില്ല, അതുകൊണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ കണ്ടില്ലേ മറ്റേ കുട്ടി നിക്കറുവിട്ട് മറ്റേ എന്താണ് ഒരു ബനീനും ഇട്ട് മുലയും കുണ്ടിയും കാണിച്ചുകൊണ്ട് ഇതിലേക്ക് നടന്നു പോകുന്ന കാണാം. ഇത് കാണുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്തറിയുമോ, ഈ നോക്കണത് എന്താണ്? കാമം കൊണ്ടല്ല, അറപ്പ് കൊണ്ടാണെന്നേ, അറപ്പ് കൊണ്ടാണ്. എന്ത് മോശപ്പെട്ട ഒരു പ്രവണതയെന്ന് അറിയാവോ ഇതൊക്കെ. ഇതിൽ വേറെ വെച്ചാൽ ആണുങ്ങളുടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരുത്തി വന്നിട്ട് അയ്യോ എനിക്ക് തലവേദന എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ താഴെ മോളെ ഏട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരണോ മരുന്ന്, മോളെ ആടലോടെ അടച്ചിട്ട് ആസനത്തിൽ തയ്ക്കൂ, അല്ല അവന്റെ തള്ള ചാവാൻ കിടന്ന ഒരു തുള്ളി വെള്ളം കൊടുക്കാത്ത പട്ടിയാണ് വന്നിരുന്നിട്ട് എവിടെയോ കിടക്കുന്നവൾക്ക് വേണ്ടിയിട്ട് മരുന്നാക്കി വെച്ചു കൊടുക്കാൻ നടക്കുന്നത്. ഇതേപോലുള്ള ഞരമ്പ് പാവാടകളെയാണ് ആദ്യം കൊടുക്കേണ്ടത്. നിങ്ങൾ നാലിച്ചു ഏതെങ്കിലും ഒരു പെണ്ണ് ഇപ്പൊ AI ഇറങ്ങിയിട്ടുണ്ടല്ലോ, ഈ AI ടെക്നോളജിയിൽ കുറെ പടങ്ങൾ കൊടുത്തിട്ട് അതാ എന്റെ ഭർത്താവ് മരിച്ചുപോയി, ഞാൻ ഇത്ര വയസ്സ്, എനിക്ക് പുനർവിവാഹം ആലോചിക്കുന്നു, എനിക്കൊരു കൂട്ട് വേണം, ഇതൊക്കെ AI ആണ്. പക്ഷേ ഈ പറയുന്ന തെണ്ടികളുണ്ടല്ലോ അതിൽ ചെന്ന് ഇടുന്ന കമന്റുകൾ അതായത് ഇവിടുത്തെ സാമൂഹ്യ വിഷയത്തെയോ അല്ലെങ്കിൽ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയത്തെയോ ബാധിക്കുന്ന ഏതെങ്കിലും ഒരാൾ ഒരു പോസ്റ്റ് അതിപ്പം ആര് ചെയ്താലും അതിനൊന്നും ഇവർക്ക് വായിക്കുകയും വേണ്ട, കമന്റ് ചെയ്യുകയും വേണ്ട, അതിനൊരു അഭിപ്രായവും പറയണ്ട. കാരണം ചിന്താശേഷി ഇല്ലാത്ത ഞാൻ ഒരു വിഭാഗമായിട്ട് മലയാളികൾ മാറിയിരിക്കണം. ഞാൻ പറയും ഈ ലോകത്തെ ഏറ്റവും വൃത്തികെട്ടന്മാരും കപടന്മാരുമുള്ളത് മലയാളിയാണ്. ഏറ്റവും വലിയ ആൾക്കാർ ഗോഡ്സും കണ്ടിലുള്ള ഏറ്റവും വിവരവും വിദ്യാഭ്യാസവും വിവേകം ഉള്ളവരെന്നാ പറയണേ. പക്ഷെ ഞാൻ ഈ പറയുന്ന നമ്മളെ നാടോടിക്കാറ്റ് സിനിമയിൽ ഇയാൾ പറയുമല്ലോ, മോഹൻലാൽ പറയുമല്ലോ, ഞാൻ MA ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ. ഫസ്റ്റ് ക്ലാസ് ആണോ സെക്കൻഡ് ക്ലാസ് ആണെന്നുള്ള കാര്യം നമുക്കറിയില്ല. എന്താണ് നമ്മൾ എന്തല്ല എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ നമ്മൾ വേറൊരു മുഖം കൂടി അണിഞ്ഞാണ് ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്. ഈ ആരോപിക്കുന്ന ഈ മരമാക്രികളുടെ മൊബൈൽ ഫോണിന്റെ സെർച്ച് ഹിസ്റ്ററിന്ന് എടുത്ത് പരിശോധിച്ചാൽ അറിയാം, അല്ലെങ്കിൽ അവന്റെ അപ്പന്റെ. അതന്നെ ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന കേരളത്തിലെ 95% ആണുങ്ങളും ഞരമ്പ് രോഗികളാണ്. മനസ്സിലായ 5% ഉണ്ട്. ഈ പറയുന്ന നമ്മൾ ഇപ്പൊ ഞാൻ നല്ലവനാണെന്നല്ല ഞാൻ പറയുന്നത്. നമുക്കും പ്രണയവും കാമവും മറ്റും മറിച്ചതും എല്ലാം ഉണ്ട്. ഒരു മനുഷ്യന് ആവശ്യമായ വികാരങ്ങളെല്ലാം ഉണ്ട്. അത് ഈ പറഞ്ഞ റോഡിൽ കിടക്കണ പേപ്പട്ടിക്കെടുത്ത് കുത്തിപ്പെട്ടിട്ട് കാണിക്കണമല്ല. മനസ്സിലായ? ഞാൻ അതേ പറയുന്നുണ്ടെന്നേ. ഞാൻ ഇപ്പോഴും ഉറപ്പിച്ച് പറയുന്നു, എന്റെ അച്ഛനോ അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആർക്കോ ആണ് ഇതുപോലൊരു ദുരനുഭവം ഉണ്ടായെങ്കിൽ ഇതിൽ കൃത്യമായിട്ട് നമുക്ക് സ്പഷ്ടമായിട്ട് അറിയാം ഇതിലാരാണ് തെറ്റ് കാണിച്ചതെന്ന്. നിങ്ങൾ പറയും പോലെ ആ ലുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാം അത് എവിടെയാണ് നോക്കുന്നതെന്ന്. അതെ, ഒരു സാമാന്യ ബോധം വേണ്ടേ? അത് കമന്റ് ഇടുന്ന നാറുകൾക്ക് അതൊന്നും ശ്രദ്ധിക്കണ്ടേ? അല്ല, അതന്നെ പറയുന്നത്. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കാര്യം ആലോചിക്കൂ. ഇപ്പോ ഏതൊരു വിഷയവും എടുക്കും, അതിപ്പം മതത്തിൻ്റെതായിരുന്നാലും രാഷ്ട്രീയത്തിൻ്റെതായിരുന്നാലും ഏതൊരു വിഷയം എടുക്കും, ഒരുത്തനെ അടിക്കാൻ കിട്ടുന്ന സമയം, ഒരു അവസരം ഒരിക്കലും മലയാളി പാഴാക്കാറില്ല. ദിലീപേട്ടനെ ഉദാഹരണത്തിന് ദിലീപിനെ അച്ചോ അല്ലിച്ചോ എന്ന് വിളിച്ചുകൊണ്ട് നടന്നവന്മാര് ഈ കേസ് വന്നപ്പം ദിലീപിനെ പറയാനുള്ള ഇതുമില്ല. ദിലീപ് ചെയ്തോ ചെയ്തിട്ടില്ലയോ എന്നുള്ളതല്ല വിഷയം ഇവിടെ പറഞ്ഞത്. രണ്ടാമത്തെ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ശരി, ഞാൻ പറഞ്ഞോട്ടെ. ഈ പറയുന്നത് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ എനിക്ക് അതിൻ്റെതായ ഒരു യോഗ്യത വേണ്ട. അതിന്റെ അത്ര യോഗ്യത ഇല്ലെങ്കിലും അതിന്റെ 1% യോഗ്യതയെങ്കിലും എനിക്ക് വേണ്ടേ? അപ്പം ഇതിന് ആദ്യമായിട്ടാണ് ഒരു അവിഹിത ഗർഭം ഉണ്ടാവുന്നത്. ആദ്യം ഈ 60 വയസ്സായ സ്ത്രീയും ഗർഭിണിയാക്കി എന്നാണ് പറയണത്. ഒരു സ്ത്രീ 60 വയസ്സിൽ ഗർഭിണിയാക്കി ഇവന്റെ IUC ചെയ്യാൻ പോയോ? ഇവന്റെ ഈ വയാഗ കമ്പനി രാഹുലിനെ ചിലപ്പോ ഏറ്റെടുത്തേക്കുന്നാണ്. അത്രത്തോളം വെച്ചു കൊടുത്തേക്കാണ് ഇവിടെ ജനം. അതെന്തെന്നറിയോ, ഈ സമൂഹ മാധ്യമം വിചാരിച്ച ഒരുത്തനെ തകർക്കാൻ മുമ്പൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പൊക്കെ ആണെങ്കിൽ നമുക്കൊരു കൊട്ടേഷനൊക്കെ കൊടുക്കുന്ന പരിപാടികളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ടീമിന് ഇപ്പോഴും ഉണ്ട് കൊട്ടേഷൻ. അതായത് ഇപ്പം ഓൺലൈൻ മാധ്യമങ്ങൾ, താങ്കൾ വളരെ ഗൗരവമായി ഓൺലൈൻ മാധ്യമം കൈകാര്യം ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ക്രെഡിബിലിറ്റി ഉള്ള കുറേ ആൾക്കാരുണ്ട്. ആ ആൾക്കാരെ ഒഴിച്ചു നിർത്തിയാൽ ഇവിടെ സെലിബ്രിറ്റീസിന്റെ അവിടെ പിറകെ അവരൊരു മരണമാവട്ടെ, ഒരു പ്രായമാവലാകട്ടെ, ബലിയിടലാകട്ടെ, 16 ആകട്ടെ, 5 ആകട്ടെ, മരണമാവട്ടെ, എന്തിനും ചേരും. കണ്ടോ അവൾ കുത്തിയിരിക്കുന്നത് കണ്ടോ,
കണ്ടോ സുരഭി അങ്ങോട്ട് നടക്കുന്നത് കണ്ടോ, കണ്ടോ ഗോപാലകൃഷ്ണൻ ഇങ്ങോട്ട് കുനിഞ്ഞു നിൽക്കുന്നത് കണ്ടോ, ഇതൊക്കെ എടുത്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്തു ഈ നാറികളെ മടൽ വെട്ടിയിരിക്കണ്ടേ? അത് ഞാൻ പറയാം, കുറ്റിച്ചൂരിൽ ചാണാമൊക്കെ ചന്തിക്കടിക്കണമെന്നാ പറയല്ലേ. മടൽ ഒരു മൊബൈലാണ് ഇവന്റെയൊക്കെ കയ്യിൽ ആകെ ഉള്ളത്. ശരി, ഇതുകൊണ്ട് ഇവര് നല്ല കാര്യങ്ങൾ ചെയ്യട്ടെ. ഈ റോഡിൽ നമ്മൾ ഈ സമൂഹത്തിലോട്ട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരുപാട് നിയമലംഘനങ്ങളുണ്ട്. ഇവര് ഇതൊക്കെ ചെയ്യട്ടെ. അത് കണ്ടു കഴിഞ്ഞാൽ റീച്ച് കിട്ടില്ലല്ലോ. റീച്ച് കിട്ടിയാൽ അത് കണ്ടോ, അവള് കെട്ടിപ്പിടിക്കുന്ന കണ്ടോ, അവള് കൈ കൊണ്ട് വടിച്ച് മറ്റേ പായസം കഴിക്കുന്നത് കണ്ടോ. ഇവനൊക്കെ ഉണ്ടാക്കിയതാണോ, വലിച്ചൂരി എടുത്താണോ, മുട്ടയിട്ട് അടവച്ച് വിരിയിച്ചതാണോ എന്നാണ് എന്റെ സംശയം. കാരണം മനുഷ്യനായിട്ടുള്ള ഒരുത്തനെങ്കിലും ചിന്തിക്കാൻ പറ്റും ഇങ്ങനെയുള്ള വൃത്തികേടുകൾ ആണെങ്കിലും, അല്ലെങ്കിൽ മനുഷ്യരില്ല, അടവെല്ലാം ആയിക്കോട്ടെ, മനുഷ്യരല്ലേ. ഈ മനുഷ്യന്റെ മുഖം കണ്ടപ്പോ സത്യം പറഞ്ഞാല് അയാൾ ഈ സംഭവം തന്നെ ഒന്നും അറിഞ്ഞിട്ടേ ഇല്ല. ഈ പെണ്ണ് മനസ്സിൽ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു കാര്യങ്ങളും അവൾ ചിന്തിക്കുന്നതായിട്ട് അതിനകത്തില്ല. പക്ഷെ അവളുടെ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ ആ മൊബൈലിലുള്ള നോട്ടം അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടപ്പോ വേഗം അങ്ങ് തിരിഞ്ഞു. അപ്പൊ അത്രയും ഒരു പാർട്സ് മാത്രം എടുത്തുകൊണ്ട് അതിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിച്ചിട്ട് അതിനൊരു കാമ നോട്ടം എന്ന് പറഞ്ഞൊരു പാട്ടും പിറ്റാക്കി അങ്ങോട്ട് ഇറക്കിയിട്ട് വൈറലാകും നോക്കിയെന്ന് പറഞ്ഞ് എന്ത് പണിയാണ് കാണിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നത്. നിങ്ങളൊരു കാര്യമില്ല, ആ ബസ്സിലുള്ള ആരെങ്കിലും പ്രതികരിച്ച് ഇവള് പറയുന്നത് വെച്ചാൽ കണ്ണ് കുത്തി പൊട്ടിച്ച് കളയുമെന്ന് പറയുമ്പോൾ ഇയാൾ പെട്ടെന്ന് എണീറ്റ് പോയെന്ന്. അപ്പൊ കണ്ണ് കുത്തിച്ച് പൊട്ടിച്ചാണ് ചെവിയിലെന്താ പറഞ്ഞത്, അവൾ ഉറക്കായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ ദേഷ്യം വന്നിട്ടാണല്ലോ പറഞ്ഞത്. ഈ ബസ്സിലിരിക്കുന്ന ആരെങ്കിലും ഒരാളെന്ന് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ. കാരണം അങ്ങനെ ഒരു സംഭവം അതിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വന്ന് കമന്റ് ചെയ്യേണ്ടതല്ലേ. ഞാൻ സഞ്ചരിച്ച ബസ്സാണ്, ആ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു, ഇയാൾ ഇങ്ങനെ ആയിരുന്നു എന്ന്. അല്ലെങ്കിൽ ഇയാളുടെ നാട്ടിലുള്ള ആരെങ്കിലും വന്ന് പറയണ്ടേ, ഇയാൾ പണ്ട് വരെ ഞരമ്പ് രോഗിയാണെന്നുള്ള കാര്യം ആരെങ്കിലും വന്ന് പറയേണ്ടതല്ലേ. അല്ലെങ്കിൽ തന്നെ നോക്കാൻ പറ്റിയ ആൾക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കാണാൻ വൃത്തിയുള്ള അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ഒരു പുരുഷനെ ആകർഷണീയ തോന്നുന്ന പെണ്ണുങ്ങളെ അപ്പൊ എന്ത് ചെയ്യും ആൾക്കാർ? അയാൾ ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ പറഞ്ഞ കണക്ക് മൊബൈൽ വെച്ചിട്ട് ഇവള് ആരെ വീഡിയോ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും മറ്റേ ട്രീറ്റ്സോ കോപ്പോ കണ്ടോണ്ടിരിക്കുകയോ ചെയ്ത് കാണും. പാവം പറ്റ മനുഷ്യനെ അയാൾ ഇങ്ങനെ നോക്കി. നിങ്ങളൊരു കാര്യം ആലോചിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആ മനുഷ്യന്റെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ? അയാൾ ആ 3-4 ദിവസം അയാളേതോ പാവപ്പെട്ട വീട്ടിലായിരിക്കാം, അല്ലെങ്കിൽ സ്മാർട്ട് ഫോണിനെ കുറിച്ച് അറിയില്ല. ഈ പറയുന്ന കണക്ക് എന്റെ അച്ഛനും ഉണ്ട് ഫോൺ. അപ്പൊ ഞാൻ ഇപ്പൊ കേടായപ്പോഴത്തേക്ക് ഞങ്ങൾ കഴിഞ്ഞ 2 മാസം മുമ്പ് ഫോൺ വെച്ചെടുത്തത്. അപ്പോഴത്തേക്കും ഈ പറയുന്ന അദ്ദേഹത്തിന് അറിയില്ല എന്താണെന്ന്. ചിലപ്പോ എനിക്ക് അറിയാതെ വീഡിയോ കോളൊക്കെ വരും. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതെന്തിനാ ഈ വീഡിയോ കോൾ ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ചെയ്ത് ഇതിപ്പോ അറിയില്ലല്ലോ, ഇവർക്ക് അറിയില്ല എന്താണെന്ന്. ആകെ കാണുന്നത് നമ്മളെ യൂട്യൂബ് കാണാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ വിളിക്കാന്. മനസ്സിലായ? അപ്പൊ അതുപോലെയുള്ള മനുഷ്യരാണെന്നേ. ഏതായാലും ഇതൊരു വലിയ ഒരു നാണക്കേടായിപ്പോയി മലയാളി സമൂഹത്തിന്. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വീഡിയോ വൈറലാക്കലും കുടുംബത്തെ ഇങ്ങനെ അനാഥമാക്കാൻ ശ്രമിക്കലും അങ്ങനെ അതിലുള്ള റീച്ച് ഉണ്ടാക്കിയിട്ട് മോശത്തിൻ്റെത് മാത്രമല്ല, അതായത് നമ്മൾ ഇത് എത്രത്തോളം ഗൗരവമാണെന്ന് നമ്മൾ ചിന്തിക്കണം. നാളെ ഒരുപക്ഷെ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഇത് റോഡിൽ നടന്നു പോകുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഒരു ന്യൂ ജെൻ വാണം വന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ഒന്ന് തട്ടിയിട്ട് അവൻ എന്റെ അവിടെ പിടിച്ചു. സത്യം പറഞ്ഞ ഞാൻ ഒരു കാര്യം കൂടി എടുത്ത് പറയണേ, റോഡിൽ ഞാൻ വണ്ടിയിൽ പോകുമ്പോഴത്തേക്കും ഒരുപാട് പേര് പരിചയമുള്ള സ്ത്രീകളൊക്കെ നിൽക്കാറുണ്ട്. ഞാൻ ഒരാളെ കണ്ടില്ലെന്നത് അടിച്ചങ്ങ് പോകും. എന്തെന്നറിയാമോ? അല്ലെങ്കിൽ റോഡിൽ എന്നുവെച്ചാൽ നാളെ കയറിയിട്ടേ എപ്പോഴാണ് ഒരു മനുഷ്യൻ, പണ്ടത്തെ കാലം അല്ലത്, ശത്രുത ഉണ്ടാക്കണമെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു പെണ്ണ് ഇപ്പോൾ ഒരു വണ്ടി ഇടിച്ചോ ഒരു ആക്സിഡന്റിൽ കിടന്നു, ഞാൻ എടുത്തു പറയുന്നു, ഞാൻ തിരിഞ്ഞു നോക്കില്ല. ഞാൻ അവിടെ നിൽക്കും, പോലീസിനെയോ ആംബുലൻസിനെയോ വിളിക്കും. അല്ലാതെ ഞാൻ ചെന്ന് തൊടില്ല. എന്തെന്നറിയാമോ? നാളെ ഇതൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് എണീറ്റ് പോയി അവൻ എന്റെ കക്ഷത്തിൽ കൂടെ കൈയിട്ട് എന്നെ വലിച്ചു പൊക്കിയപ്പോൾ എന്റെ സ്ഥലത്തിൽ ഞെക്കി, എന്റെ അവിടെ പിടിച്ചു, ഇവിടെ പിടിച്ചു. എന്തിനാ നമ്മൾ ആ പണിക്ക് നിൽക്കുന്നത്? ചിലപ്പോൾ അത് ചെയ്യില്ലായിരിക്കും. പക്ഷെ നമ്മുടെ മുമ്പിൽ അനുഭവങ്ങളുണ്ടെന്നേ. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ ഒരാൾ അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കളഞ്ഞിട്ട് പോവില്ല. ഞാൻ അവിടെ നിന്ന് ആംബുലൻസിനെയോ പോലീസിനെയോ ഉത്തരവാദിത്തപ്പെട്ടവരെ വിവരം അറിയിക്കും. അല്ലാതെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കില്ല. അതിന്റെ പാപം എന്ത് വന്നാലും ഞാൻ ഒന്ന് സഹിക്കും. കാരണം പണ്ടത്തെ കാലം നമുക്ക് ചെയ്യാൻ പറ്റില്ല സാഹിബ്, അതാണ് അതിന്റെ വസ്തു എന്ന് പറഞ്ഞ സത്യത്തില്. പക്ഷെ ഇത് ഒരു കാര്യം ആലോചിക്കേണ്ടത്, എല്ലാവരും ഇനി സ്ത്രീകളടുത്തുള്ള ഒരു പ്രത്യേക ഒരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾക്ക് സംവരണം ചെയ്ത് സീറ്റ് തന്നിട്ടുണ്ട്. ആണുങ്ങൾ മനുഷ്യരാണ്. നിയമം നിങ്ങൾക്ക് കുറെ ഒരു അധിക പരിഗണനയൊക്കെ തന്നിട്ടുണ്ട്. ഇത്രയും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന പിറക്കികള് ഈ ഭൂലോകത്തൊടുത്തും കാണൂല കേട്ടാ. പാവത്തിന്റെ കാര്യമാണ് ഞാൻ മനസ്സിലാലോചിക്കുന്നത്. കഷ്ടം. അല്ല തീർച്ചയായിട്ടും നിങ്ങൾ അതിനെ നല്ല രീതിയിൽ തന്നെ ആ ഒരു അങ്ങനെ തന്നെ ചെയ്യണം. കാരണം വെച്ചാൽ അത് കുറെ പേരെങ്കിലും ഈ പറയുന്ന കമന്റ് ചെയ്യുന്ന എല്ലാവർക്കും പലർക്കും അറിയാം ഇത് കള്ളമാണെന്ന്. എങ്കിലും വീണ് കിടക്കുന്നവർ ചവിട്ടാൻ ഒരു സുഖം, അത്രേ ഉള്ളൂ. മനസ്സിലായ? അതുകൊണ്ട് നിങ്ങൾ ആ രീതിയിൽ തന്നെ ഒന്ന് ചെയ്യണം. നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിന്റെ വാസ്തവം നമുക്ക് നമ്മുടെ ഉള്ളിലുള്ളത് പറയുന്നതാണ്.
നിങ്ങളുടെ ചാനലിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ നോക്കുന്നുണ്ട്. ഉറപ്പായിട്ടും ഞാൻ കുറച്ച് തിരക്കിലായി പോയി, അതുകൊണ്ട് ഞാനത് ഉറപ്പായിട്ടും അവരെ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളും ചെയ്യും. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. Different angles. Don't forget to subscribe and support this channel.